എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളിന്നിവിടെ ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിം നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. അതിൻ്റെ പേര് ഫീമെയിൽ ഡോഗ് എന്നാണ്. ഇതൊരു കൊച്ചു സിനിമയാണ്. ഒരു 5.25 മിനിറ്റ് മാത്രമേ ഉള്ളൂ ഈ ഷോർട്ട് ഫിലിം. ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഞങ്ങൾ വൈപ്പിൻ ആർട്ടിസ്റ്റ് വെൽഫെയർ അസോസിയേഷൻ എന്ന് പറഞ്ഞ അസോസിയേഷനുണ്ട്. വൈപ്പിൻ്റെ കലാകാരന്മാരുടെ സംഘടനയാണ്. അതിലെ അംഗങ്ങളായ ഞങ്ങളെല്ലാവരും ആണ് ഇതിനകത്തെ അഭിനയിച്ചിരിക്കുന്നവരും എല്ലാവരും. പക്ഷേ ഇതിനകത്തൊരു പട്ടിക്കുട്ടി കൂടിയുണ്ട്. പട്ടിക്കുട്ടിയാണ് ഇതിനകത്തൊരു പ്രധാന കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങളത് വളരെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ചെറിയൊരു വിഷയം എടുത്ത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. അത് എന്താ പറയുക, പടം കണ്ടതിന് ശേഷം നമ്മൾക്ക് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം 5 മിനിറ്റ് സിനിമയുള്ളൂ. അത് എന്താ പറയുക, ഇതിൽ വേറൊരു വിഷയം വെച്ചാൽ ഇതൊരു പട്ടിക്കുട്ടിയാണ് പ്രധാന കഥാപാത്രം. ഞാൻ പറഞ്ഞല്ലോ, കേട്ടിട്ടുണ്ടോ? അപ്പം ഈ പടം ഞാൻ എൻ്റെ എല്ലാ ഷോർട്ട് ഫിലിംസും ഞാൻ സെൻസർ ചെയ്യുന്നതാണ്. സാധാരണ സെൻസർ ചെയ്ത് സർട്ടിഫിക്കറ്റ് മേടിക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ നാഷണൽ അവാർഡ്സിനും എല്ലാം അയക്കുന്ന ഇന്ത്യൻ മനോരമയ്ക്ക്. പക്ഷേ ഈ സിനിമ ഞങ്ങൾ സെൻസറിങ്ങിന് പോകുന്നില്ല. കാരണം ഇതിലൊരു പട്ടിക്കുട്ടിയുണ്ട്. അതിന് കാരണം എന്താ വെച്ചാൽ, സെൻസർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കാത്തതിനൊരു കാരണം എന്ന് വെച്ചാൽ, എൻ്റെ കഴിഞ്ഞ ഡോക്യുമെൻ്ററി 16mm സ്റ്റോറീസ് എന്ന് പറഞ്ഞ ഡോക്യുമെൻ്ററി ഉണ്ട് എൻ്റെ. അപ്പോൾ ഒരുപാട് ഇൻ്റർനാഷണൽ അവാർഡ്സ് അതിന് ബെസ്റ്റ് ഡോക്യുമെൻ്ററി കിട്ടിയതാണ്. അപ്പോൾ ആ ഡോക്യുമെൻ്ററിയിൽ സെൻസർ ബോർഡ് പറഞ്ഞത് അതിനകത്ത് ഒരു ചെറിയ മീൻ വലയിൽ കൊടുക്കുന്ന ഒരു ഷോട്ടുണ്ട്, ഒരു കാക്ക എൻ്റെ ഫ്രെയിമിലേക്ക് വന്നിരിക്കുന്ന 2 ഷോട്ടുണ്ട്, പിന്നെ ഒരു പൂരത്തിൻ്റെ ഒരു ചെറിയൊരു ഷോട്ടുണ്ട്. എല്ലാം 8 സെക്കൻഡ്, 10 സെക്കൻഡ്, 5 സെക്കൻഡ് വീതമുള്ള ഷോട്ടുകളാണ്. ഇതെല്ലാം ഭയങ്കര വയലൻസ് സെറ്റപ്പാണ്. അതുകൊണ്ട് ഇത് കട്ട് ചെയ്ത് കളയണമെന്ന് പറഞ്ഞു. ഞാൻ അവസാനം ഞാൻ ഓർഡർ ചെയ്തപ്പോഴേക്കും മീനിൻ്റെ ഷോട്ട് മാത്രം കട്ട് ചെയ്യും. മീനിന് പൂരത്തിൻ്റെ ഷോട്ട് കട്ട് ചെയ്യിപ്പിച്ചു. കാക്കേനെ ഞങ്ങൾ അനുവദിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതേ സെൻസർ ബോർഡാണ് നമ്മുടെ മുന്നിലേക്ക് ഏറ്റവും കൂടുതൽ വയലൻസ് ഉള്ള സിനിമകളൊക്കെ സെൻസർ ചെയ്ത് നമ്മളെ കാണിക്കുന്നത്. ഇന്നത്തെ പുതിയ സാഹചര്യത്തിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എന്തായാലും വളരെ അഭിമാനപൂർവ്വം എന്ന് പറയുന്നത്, ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ദേവകി രാമൻ എന്ന് പറഞ്ഞ കുട്ടി കഴിഞ്ഞ യുവജനോത്സവത്തിലെ മികച്ച നടിക്കുള്ള അവാർഡ് നേടിയ കുട്ടിയാണ്. കൂടെ അഭിനയിച്ചിരിക്കുന്നത് സരിത പി നായർ എന്ന് പറയുന്നത് ഒരു അധ്യാപികയാണ്. പിന്നെ എൻ്റെ അടുത്തിരിക്കുന്നത് കുഞ്ഞപ്പഞ്ഞേരനും സെബാസ്റ്റ്യനും. ഇവർ 2 പേരും ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. ബാലചന്ദ്രൻ ചേട്ടൻ, MA ബാലചന്ദ്രൻ ചേട്ടൻ ഇതിൻ്റെ കോർഡിനേറ്ററാണ്. ഞങ്ങളുടെ നടനാണ്. ഒരുപാട് ഇൻ്റർനാഷണൽ അവാർഡ്, മികച്ച അഭിനയത്തിനുള്ള അവാർഡുകൾ അദ്ദേഹം നേടുകയുണ്ടായി. ഞാൻ വളരെ വിനയപൂർവ്വം നിങ്ങളുടെ മുന്നിലേക്ക് ഈ സിനിമ സമർപ്പിക്കുകയാണ്. എല്ലാവരും കണ്ടതിന് ശേഷം നമ്മൾക്ക് സിനിമയെക്കുറിച്ച് സംസാരിക്കാം. താങ്ക് യു. ഇതിലൂടെ ഞങ്ങൾ പറയാൻ ശ്രമിച്ചിരിക്കുന്ന വിഷയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമുക്കിപ്പോൾ അല്പം നിറം കുറഞ്ഞതിൻ്റെ പേരിൽ നവവധു ആത്മഹത്യ ചെയ്ത വാർത്തയും അല്ലെങ്കിൽ ജാതീയമായ അധിക്ഷേപങ്ങളും എല്ലാം ഉള്ള ഒരു ലോകത്താണ് നമ്മളും ജീവിക്കുന്നത്. അപ്പോൾ എനിക്ക് ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം വെച്ചിട്ടാണ് ഈ സ്ക്രിപ്റ്റ് നമ്മൾ ഉണ്ടാക്കിയത്. അത് എന്താ പറയുക, വളരെ നന്നായി ഇവർ അവതരിപ്പിച്ചു. കുറേ നാൾ റിഹേഴ്സലൊക്കെ കൊടുത്തു. പിന്നെ ആ പട്ടിക്കുട്ടിയാണ് ഞങ്ങളെ ആരും കിട്ടാൻ വേണ്ടിയാണ് ഒരുപാട് താമസിച്ചത്. ഒരുപാട് അന്വേഷണങ്ങൾക്ക് ശേഷമാണ് ഇദ്ദേഹത്തിൻ്റെ പട്ടിക്കുട്ടി തന്നെയാണത്. അതിനെ ഞങ്ങൾ മേക്ക് ഓവർ ചെയ്ത് അങ്ങനെ ആക്കിയതാണ്. അങ്ങനെ വളരെ നന്നായി സഹകരിക്കുന്ന ഒരു പട്ടിക്കുട്ടിയായിരുന്നു അത്. അപ്പം വളരെ സന്തോഷം. നമസ്കാരം, എൻ്റെ പേര് ദേവകി രാമൻ എന്നാണ്. സാർ പറഞ്ഞ പോലെ ഞാൻ BVH സ്കൂളാണ് പഠിക്കുന്നത്. കഴിഞ്ഞ 3 വർഷമായിട്ട് ഉപജില്ല ബെസ്റ്റ് ആക്ട്രസ് ആണ്. ഇപ്പോൾ ജില്ലയിൽ ബെസ്റ്റ് ആക്ട്രസ് ആയിട്ടുണ്ട്. ഡാൻസും കുറേ അങ്ങനെയൊക്കെ തോന്നും. അല്ല, ഇത്
ഇതിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ്. ആദ്യം ലോക്ക്ഡൗണിൻ്റെ ടൈമിൽ വേനൽ എന്ന് പറഞ്ഞിട്ട് ബെന്നി പി നായരമ്പലം ലീഡ് റോൾ ചെയ്തിട്ടുള്ള ഒരു അച്ഛൻ ഡയറക്റ്റ് ചെയ്ത ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു, അതിൽ അഭിനയിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു ഡിവോഷണൽ സോങ് ആയിരുന്നു. ഇതിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം. സന്തോഷം. ഇപ്പോൾ ഇതിൽ പെറ്റിൻ്റെ കാര്യങ്ങൾ, ഒരു പട്ടിക്കുട്ടിയുടെ കാര്യങ്ങൾ പറയണമെങ്കിലും അതിൽ ഇൻഡയറക്റ്റായിട്ട് നമ്മൾ പല കാര്യങ്ങളും ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് എത്രമാത്രം വർക്കൗട്ടായി എന്നുള്ളത് പ്രേക്ഷകരാണ് പറയേണ്ടത്. അപ്പോൾ ജാതിയുടെ പേരിലോ വർണ്ണത്തിൻ്റെ പേരിലോ ഒന്നിനെയും, ഒരു മനുഷ്യനെയും ഒരു ജീവിയെയും നമ്മൾ ഉപദ്രവിക്കുകയോ അധിക്ഷേപിക്കുകയോ ചെയ്യരുതെന്ന് തന്നെയാണ് എൻ്റെ ശക്തമായിട്ടുള്ള ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക്. നമ്മൾ സമൂഹ ജീവികളോട്, സഹപ്രവർത്തകരോട്, സഹജീവിയോട് കാണിക്കേണ്ട ഒരു കാരുണ്യം അത് നമ്മളിൽ ഉണ്ടാവണം. അത് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് ഇതുപോലെയുള്ള വയലൻസും കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ആദ്യം ബാജൻ ചേട്ടൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം വേണ്ടെന്ന് വെച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ സ്ക്രിപ്റ്റ് എഴുതി സ്റ്റേജിൽ കയറ്റിയുള്ളൊരു പരിചയമേ എനിക്കുള്ളൂ. സ്റ്റേജിൽ അഭിനയിച്ചൊരു ശീലം എനിക്കില്ല. പിന്നെ എല്ലാവരുടെയും പ്രോത്സാഹനം, പ്രൊഡ്യൂസറാണെങ്കിലും ഡയറക്ടറാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഫാമിലി ആണെങ്കിലും എല്ലാവരും കൂടെ ഒരു പ്രോത്സാഹിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്യുക തന്നെ. അങ്ങനെ അഭിനയിച്ച ഒരു ഷോർട്ട് ഫിലിമാണിത്. പിന്നെ അതിൻ്റെ ഒരു സാമൂഹ്യ പ്രതിബദ്ധത കൂടെ ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഒരു മാസം മുമ്പാണ് നമ്മളെപ്പോഴും ഈ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള യുഗം, കുറേ ആധുനികവൽക്കരണങ്ങളും കുറേ ഒരുപാട് ബീറ്റ ഏജ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിവിടെ നിൽക്കുകയാണെങ്കിലും നമ്മുടെ മാധ്യമങ്ങളോട് നമുക്കറിയാം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. കഴിഞ്ഞ മാസമാണ് ഒരു നവവധു നിറത്തിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ കാലത്ത് നിറത്തിൻ്റെ പേരിൽ ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്യേണ്ട ഒരു ഗതികേട്. നമ്മുടെ കാലം എന്താണ് ഈ ബീറ്റ ഏജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല. അപ്പം അതിലൂടെ എന്തെങ്കിലും ഒരു സന്ദേശം കൊടുക്കാൻ പറ്റുവാണെങ്കിൽ, അതിനിലൂടെ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യമല്ലേ. അപ്പോൾ അതിന് പണം മുടക്കാനായിട്ട് ചെറിയ സിനിമയാണെങ്കിലും അതിൻ്റേതായ ചില പണമുടക്കുകളുണ്ട്, നല്ല കൂടിയ ക്യാമറയും സൗണ്ടും ഒക്കെ ആയിട്ട്. അപ്പോൾ അത് ചെയ്യാൻ, ഈ ഷോർട്ട് ഫിലിം ചെയ്യാൻ ഞാൻ കഥ പറഞ്ഞപ്പോൾ തന്നെ മുന്നോട്ട് വന്നതാണ് സുരേഷ് കോമത്ത് എന്ന് പറഞ്ഞ വ്യക്തി. ചെറിയ എമൗണ്ടേ ഉള്ളൂ, എന്നാലും അത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ വലുത് തന്നെയാണ്. അപ്പോൾ ഇതാണ് സുരേഷിനൂടെ എനിക്കൊന്നും പറയാനില്ല. ഈ സുഭാഷ് ജിയുടെ സ്വന്തം ശരിക്കും ഈ അനുഭവമാണ് ഈ കഥ. അദ്ദേഹത്തിന് വീട് വിട്ട്, ഒറ്റ വീട്ടിലായിരുന്നു ആദ്യം താമസിച്ചിരുന്നത്. അപ്പോൾ ഒരു പട്ടി ഉണ്ടായിരുന്നു. വീട് വിട്ട് ഫ്ലാറ്റിലേക്ക് മാറിയപ്പോൾ ഈ പട്ടീനെ അവിടെ കൊണ്ടുപോകാൻ പറ്റി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വിഷമമാണ് ഞാൻ കണ്ടതാണ്, നേരിട്ട് കണ്ടതാണ്. അത്രമാത്രം സ്നേഹിച്ച് ആ പട്ടീനെ വിട്ടുപോകാന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു ലാസ്റ്റ്. ഇങ്ങനെ ഒരാളുടെ കഥയല്ല, ഇന്ന് നമ്മുടെ കേരളത്തിൽ എവിടെയും അത്രമാത്രം നമ്മുടെ സ്വന്തം വീട്ടുകാരെ പോലെ സ്നേഹിച്ച് വളർത്തിയ ആ പട്ടിയെ ഒറ്റപ്പെട്ട് പോവാന്ന് പറഞ്ഞാൽ ആ ഒരു സങ്കടം, ആ ഒരു വിഷമമാണ് ഈ പിക്ചറിൽ നമ്മുടെ ഡയറക്ടറുടെ സ്വന്തം അനുഭവം തന്നെയാണ്. അപ്പോൾ ഈ കഥ കേട്ടപ്പോൾ എനിക്ക് അതിൽ വലിയ സാമ്പത്തികമൊന്നും ഇല്ലെങ്കിലും നമുക്ക് റിട്ടേൺസ് ഒന്നുമില്ല. ഇങ്ങനൊരു തീം നമുക്ക് സമൂഹത്തിന് കാണിക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ. വെറും തിരിച്ച് നമുക്കൊന്നും ഒരു പ്രതീക്ഷയില്ല. കുറച്ച് നല്ല സമൂഹത്തിൽ നമുക്ക് തന്നെ റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,